സ്റ്റഡി ഹൗസിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട്. അവിടെയാണ് ഒരു സെമിനാരിയുടെ സ്റ്റഡി ഹൗസ്. അവിടെ വെച്ച് സ്ഥാപകനെ കണ്ടു. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ദിവ്യാനത്തിലേക്ക് നോക്കിയിട്ട് ചുമ്മാ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ മറ്റുള്ള ചുമരോട് ചോദിച്ചു, ഇതെന്താണ് അങ്ങനെ ഒരു ആള് ദിവസവും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണല്ലോ. അപ്പോഴാണ് പറഞ്ഞത്, അദ്ദേഹത്തിന് ദിവ്യകാരുണ്യത്തോട് വളരെ ഭക്തി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ ദിവ്യകാരുണ്യ സഭ വന്നത്. പിന്നെ ആലക്കുളത്തച്ഛൻ പിന്നീട് പല പ്രാവശ്യം ഞാൻ കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്. അദ്ദേഹത്തിന് ഒരു മിഷൻ സഭയുണ്ടാകും. അങ്ങനെയാണ് മിഷണറി സഭയും ദിവ്യകാരുണ്യ സഭയും ഒന്ന് ചേർന്ന് ദിവ്യകാരുണ്യ സഭ, മിഷണറി കോൺഗ്രിഗേഷൻ ഓഫ് ദ ബ്ലെസ്സഡ് സാക്രമെന്റ്. അപ്പോൾ ദിവ്യകാരുണ്യത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് മിഷനിൽ പോകുക, അതിനൊരു സഭ സ്ഥാപിക്കപ്പെടുക.